അങ്ങനെ നിരവധി ദിവസങ്ങൾ ഒലിവർ ആ ജൂതവൃദ്ധൻ്റെ കുടുസുമുറിക്കുള്ളിൽ കളിച്ചും കളി പരിശീലിച്ചും കഴിഞ്ഞുകൂടി. എല്ലാ ദിവസവും രാവിലെ ജൂതനും 2 കുട്ടികളും തമ്മിലുള്ള കളി തുടർന്നു. അതിനുശേഷമായിരിക്കും ഒലിവറുടെ ഊഴം. യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ, ശുദ്ധവായു ശ്വസിക്കാനാവാതെ, മറ്റു മനുഷ്യരെ കാണാതെയുള്ള ആ ഇരിപ്പ് അവനെ അസ്വസ്ഥനാക്കി. പുറം ലോകത്തേക്കെത്താൻ അവൻ്റെ മനസ്സ് കൊതിച്ചു. ചാർലിയെപ്പോലെ, ഡോക്കിൻസിനെപ്പോലെ, നാൻസിയെപ്പോലെ സ്വതന്ത്രനായി ജീവിക്കാൻ അവനും കൊതിച്ചു. ഹാൻകർച്ചീഫിലെ നൂലുകൾ സൂചി കൊണ്ട് അഴിക്കുന്ന പണി അവന് മടുത്തിരുന്നു. ചാർലിയും ഡോക്കിൻസും ദിവസേന നിരവധി തുവാലകളുമായിട്ടാണ് എത്തുന്നത്. അതിൻ്റെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വന്നു. പുറത്തേക്ക് പോകാൻ കിഴവനോട് അനുവാദം ചോദിക്കാനുള്ള ധൈര്യം അവനില്ലായിരുന്നു. കിഴവൻ്റെ പ്രവർത്തികൾ കണ്ടും കേട്ടും ഒലിവർ അയാളെ ഭയന്നു തുടങ്ങിയിരുന്നു. ഡോക്കിൻസിനോടും ചാർലിയോടും അയാൾ യാതൊരു ദയയും കാണിക്കാതിരിക്കുന്നത് അവനിൽ അത്ഭുതവും വെറുപ്പും വർദ്ധിച്ചു വരാൻ കാരണമായി. അർദ്ധരാത്രിയിൽ അവർ രണ്ടാളും വെറും കൈയോടെ മടങ്ങി വന്ന ഒരു ദിവസം ജൂതൻ 2 പേരെയും മർദ്ദിച്ച് അവശരാക്കി മുറിക്കുള്ളിൽ തള്ളി വാതിലടച്ചു. അവർക്ക് അത്താഴം കൊടുക്കാൻ പോലും അയാൾ തയ്യാറായില്ല. മറ്റൊരു ദിവസം അയാൾ അവരെ 2 പേരെയും മർദ്ദിച്ച ശേഷം സ്റ്റെയറിൻ്റെ പടിക്കെട്ടുകളിലൂടെ താഴേക്ക് വലിച്ചെറിഞ്ഞു. ഈ കാഴ്ചകളെല്ലാം അയാളോടുള്ള ഒലിവറിൻ്റെ ഭയം വർദ്ധിച്ചു വരാൻ കാരണമായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രഭാതത്തിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഒലിവർ കിഴവനോട് പുറത്തു പോകാൻ അനുവാദം ചോദിച്ചു. അവനെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് അയാൾ അതിന് അനുവദിക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 ദിവസമായി ഒലിവർക്ക് കാര്യമായ പരിശീലനമൊന്നും ഉണ്ടായിരുന്നില്ല. പരിശീലനത്തിന് ആവശ്യമായ ഹാൻകർച്ചീഫുകൾ ഇതിനോടകം തീർന്നു കഴിഞ്ഞിരുന്നു. മാത്രവുമല്ല, ആ ദിവസങ്ങളിൽ അത്താഴത്തിനുള്ള വക പോലും കഷ്ടിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം കിഴവൻ ഒലിവറെ പുറത്തു പോകാൻ അനുവദിച്ചത്. ചാർലിയുടെയും ഡോക്കിൻസിൻ്റെയും പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കണം അവനെന്ന് കിഴവൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. 3 കുട്ടികളും തെരുവിലേക്കിറങ്ങി എങ്ങോട്ടെന്നില്ലാതെ നടക്കാൻ തുടങ്ങി. ഡോക്കിൻസ് പതിവ് പോലെ തൻ്റെ നീളൻ കൈയുള്ള ഷർട്ടിൻ്റെ കൈകൾ മുകളിലേക്ക് ചുരുട്ടി വെച്ചുകൊണ്ട് തൊപ്പി തലയിൽ ചരിച്ചു വെച്ചു. ചാർലി തൻ്റെ 2 കൈയും കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് തിരികെ വെച്ചാണ് നടക്കുന്നത്. ഒലിവറാകട്ടെ അവരുടെ 2 പേരുടെയും മധ്യത്തിലാണ്. അലസമായിട്ടുള്ള അവരുടെ നടത്തം കണ്ടപ്പോൾ ഒലിവർക്ക് അത്ഭുതം തോന്നി. ഇവർ എന്ത് പണി ചെയ്യാനാണ് പുറത്തേക്ക് പോകുന്നതെന്ന് അവന് നിശ്ചയമില്ലായിരുന്നു. അവർ തന്നെ കൊണ്ട് ഇന്നേ ദിവസം എന്ത് പണിയായിരിക്കും ചെയ്യിപ്പിക്കുന്നതെന്നറിയാനും അവന് ആഗ്രഹമുണ്ടായിരുന്നു. അവർ 2 പേരും പതുങ്ങിയാണ് നടക്കുന്നത്. ഒരു കള്ളലക്ഷണം അവരുടെ മുഖത്ത് സജീവമായിരുന്നു. യാതൊരു പണിയും ചെയ്യാതെ ഇവർ എല്ലാ ദിവസവും ആ പാവം വൃദ്ധനെ പറ്റിക്കുകയാണെന്ന് പോലും ഒലിവർ വിശ്വസിച്ചു. നടക്കുന്നതിനിടയിൽ ഡോക്കിൻസ് എതിരെ നടന്നു വരുന്ന കുട്ടികളുടെ തലയിലുണ്ടായിരുന്ന തൊപ്പി സൂത്രത്തിൽ തട്ടിത്താഴെയിടുകയും അവരെ പരുഷമായി നോക്കി ഭയപ്പെടുത്തുകയും ചെയ്തു. ചാർലി ആകട്ടെ റോഡരികിലെ കച്ചവട സ്ഥാപനങ്ങളുടെ മുന്നിൽ നിരത്തി വെച്ചിരുന്ന ആപ്പിളും സവാളയും ഒരു മാന്ത്രിക വിദ്യയിൽ എന്ന പോലെ തട്ടിയെടുത്ത് തൻ്റെ ഈശ നിറയ്ക്കുന്ന തിരക്കിലാണ്. അത് കണ്ടപ്പോൾ ഒലിവർക്ക് തോന്നിയത് അവൻ്റെ കോട്ടിൻ്റെ എല്ലാ വശങ്ങളിലും നിറയെ പോക്കറ്റുകളുണ്ടെന്നാണ്. അവൻ്റെ കൂട്ടുകാരുടെ ഈ വക പ്രവൃത്തികൾ വളരെ മോശപ്പെട്ടത് തന്നെയാണെന്നാണ് ഒലിവർ ചിന്തിച്ചത്. അവരുടെ അടുത്തു നിന്നും എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് പോലും അവൻ വിചാരിച്ചു. എന്നാൽ അവൻ അങ്ങനെ ചിന്തിക്കാൻ മാത്രമേ ആകുമായിരുന്നുള്ളൂ. ഡോക്കിൻസിൻ്റെയും ചാർലിയുടെയും ഓരോ കണ്ണുകൾ എപ്പോഴും അവൻ്റെ മേൽ തന്നെ തറഞ്ഞു നിന്നിരുന്നു. നടന്ന് ആ 3 സംഘം ക്ലർക്കൻവെല്ലിനടുത്തുള്ള ഒരു ഇടുങ്ങിയ റോഡിൽ എത്തിച്ചേർന്നു. ഒലിവർ എന്തോ പറയാനായി ആഞ്ഞ അതേ നിമിഷത്തിൽ തന്നെ ഡോക്കിൻസ് തൻ്റെ വിരൽ ചുണ്ടത്ത് വെച്ചുകൊണ്ട് മിണ്ടരുതെന്ന് അവനോട് ആംഗ്യം കാണിച്ചു. എന്താണ് കാര്യമെന്നറിയാൻ ഒലിവറിന് ആഗ്രഹമുണ്ടായിരുന്നു. അക്കാര്യം അവൻ ഡോക്കിൻസിനോട് ചോദിക്കുകയും ചെയ്തു. മിണ്ടിപ്പോകരുതെന്ന് അവൻ വീണ്ടും ആംഗ്യം കാണിച്ചിട്ട് തൊട്ടകലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൻ ഒലിവറോട് ചോദിച്ചു. ദാ അവിടെ നിൽക്കുന്ന ആ മാന്യനായ മനുഷ്യനെ നീ കാണുന്നില്ലേ? ഉവ്വ് കാണുന്നുണ്ട്. ഒരു മാന്യനായ മനുഷ്യൻ അവിടെ നിൽക്കുന്നു. ഒലിവർ അങ്ങോട്ട് നോക്കിയിട്ട് മറുപടി പറഞ്ഞു. ഒലിവറിനോട് സംസാരിച്ച അതേ നിമിഷത്തിൽ തന്നെ ഡോക്കിൻസ് ചാർലിക്ക് കണ്ണുകൾ കൊണ്ട് എന്തോ നിർദ്ദേശം നൽകാനും മറന്നില്ല. ഒലിവർ അവരെ 2 പേരെയും അമ്പരപ്പോടെ മാറി നോക്കി. എന്തു തരം കളിയാണ് ഇവിടെ കളിക്കാൻ പോകുന്നതെന്ന് അവന് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. എന്നാൽ എന്തെങ്കിലും ചോദിക്കാനുള്ള അനുവാദവും അവനില്ലായിരുന്നു. അവർ 2 പേരും തിടുക്കത്തിൽ തന്നെ റോഡ് മുറിച്ചു കടന്ന് ആ മാന്യനായ മനുഷ്യൻ നിന്നിരുന്ന ഭാഗത്തേക്ക് പോയി. ഒലിവറും അവരുടെ പിന്നാലെ നടന്നു. ഒലിവർ വളരെ പതുക്കെയാണ് നടന്നത്. മുന്നോട്ട് നടക്കണോ അതോ പിന്നിലേക്ക് ഓടിപ്പോകണോ എന്ന് അവൻ ഒന്ന് ശങ്കിച്ച് പെട്ടെന്ന് നിന്നു. വളരെ മാന്യനെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രായം ചെന്ന മനുഷ്യനായിരുന്നു അവിടെ നിന്നിരുന്നത്. അയാളുടെ തല മുഴുവനും പൗഡർ പോലെ വെളുത്തിരിക്കുന്നു. സ്വർണ്ണ നിറത്തിലുള്ള കണ്ണടയാണ് ധരിച്ചിരിക്കുന്നത്. വെൽവെറ്റ് കോളറോട് കൂടിയ പച്ച നിറത്തിലുള്ള കോട്ടാണ് അയാൾ ഇട്ടിരിക്കുന്നത്. വെള്ള നിറത്തിലുള്ള ട്രൗസർ. കൈത്തണ്ടയിലാകട്ടെ നല്ല കട്ടിയുള്ള ചുരലുകൊണ്ട് നിർമ്മിച്ച വാക്കിംഗ് സ്റ്റിക്ക് തൂങ്ങിക്കിടക്കുന്നു.
ഒരു പുസ്തക വിൽപ്പനശാലയുടെ മുന്നിലാണ് അയാൾ നിൽക്കുന്നത്. കടയിൽ നിന്നും ഒരു പുസ്തകമെടുത്ത് തൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് വായിക്കുന്നത് പോലെ അയാൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഓരോ താളും മറിച്ചു നോക്കുകയാണ്. അയാൾ മറ്റൊന്നും അറിയുന്നില്ല. ആ കടയെക്കുറിച്ചോ നഗരത്തെക്കുറിച്ചോ തൻ്റെ പിന്നിൽ പതുങ്ങി നിൽക്കുന്ന കുട്ടികളെക്കുറിച്ചോ ഒന്നും തന്നെ അയാൾ അറിയുന്നില്ല. അക്ഷരങ്ങളുടെ മായിക ലോകത്താണ് അയാൾ. കയ്യിലിരുന്ന പുസ്തകത്തിൻ്റെ ഓരോ താളുകളും അയാൾ ആകാംക്ഷയോടെ മറിക്കുകയും വായിക്കുകയും ചെയ്യുന്നു. ഞൊടിയിടയിൽ തന്നെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഒലിവർ തൻ്റെ കണ്ണുകൾ തുറന്നു പിടിച്ച് അവിടെ നടക്കുന്നതെല്ലാം വ്യക്തതയോടെ കാണുന്നുണ്ടായിരുന്നു. ഈ അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവനൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ഡോക്കിൻസ് ഒരു മാന്ത്രികനെ പോലെ ആ വൃദ്ധൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഹാൻഡ് കർച്ചീഫ് കവർന്നെടുത്തു. പെട്ടെന്ന് തന്നെ ആ കർച്ചീഫ് അവൻ ചാർലിക്ക് കൈമാറിയിട്ട് മുന്നോട്ടോടാൻ തുടങ്ങി. പിന്നാലെ ചാർലിയും ഓടി മറഞ്ഞു. ജൂതൻ്റെ ശേഖരത്തിലുള്ള വാച്ചുകളും ചെയിനുകളും ഹാൻഡ് കർച്ചീഫുകളും പെട്ടെന്ന് തന്നെ ഒലിവറുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചുപോയി. രക്തം അവൻ്റെ സിരകളിലേക്ക് ഇരച്ചു കയറി. ഭയം കൊണ്ട് അവൻ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. ഓടുകയല്ലാതെ അവൻ്റെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും അവശേഷിച്ചിരുന്നില്ല. സർവശക്തിയും സംഭരിച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ അവൻ ഓടാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ ആ മാന്യനായ മനുഷ്യൻ തൻ്റെ കൈ കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് തിരികെ കയറ്റുകയും ഹാൻഡ് കർച്ചീഫ് നഷ്ടപ്പെട്ട കാര്യം തിരിച്ചറിയുകയും ചെയ്തു. അമ്പരപ്പോടെ അയാൾ ചുറ്റിനും നോക്കുന്ന നേരത്ത് ഒലിവർ ട്വിസ്റ്റ് ഓടിപ്പോകുന്നതാണ് കണ്ടത്. കള്ളൻ കള്ളൻ, അവനെ പിടിക്കൂ എന്ന് അലറി പിടിച്ചുകൊണ്ട് അയാളും അവൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ആ വൃദ്ധൻ മാത്രമായിരുന്നില്ല അവൻ്റെ പിന്നാലെ പാഞ്ഞത്. അയാൾക്കൊപ്പം 2 കുട്ടികളും പങ്കുചേർന്നു. തെരുവിലൂടെ അതിവേഗം പാഞ്ഞുകൊണ്ടിരുന്ന ഡോക്കിൻസിനെയും ചാർലിയെയും ആരും കാര്യമായി ഗവനിച്ചില്ല. തെരുവിൻ്റെ അങ്ങേയറ്റത്തുള്ള മൂലയും കടന്ന് അവർ സുരക്ഷിതമായ ഒരിടത്തിൽ ഇതിനോടകം എത്തിക്കഴിഞ്ഞിരുന്നു. കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു കൂവുന്നത് അവർ രണ്ടുപേരും കേട്ടിരുന്നില്ല. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒലിവർ അവർക്ക് പിന്നാലെ പായുന്നത് കാണുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്വന്തം തടി സംരക്ഷിക്കുക എന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണല്ലോ. ഒലിവർ ചെയ്തതും അതാണ്. അവൻ ഉണർന്ന് പ്രവർത്തിക്കുകയും തന്നാലാവും വിധം കാലുകൾ വലിച്ചു വെച്ചോടുകയും ചെയ്തു. അവനൊരു കൊടുങ്കാറ്റ് പോലെ പായുകയാണ്. എന്നാൽ തൊട്ടു പിന്നാലെ ആ വൃദ്ധനും 2 കുട്ടികളും. കള്ളൻ കള്ളൻ പിടിക്കൂ, അവനെ നലറി പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. കള്ളനെ പിടിക്കൂ കള്ളനെ പിടിക്കൂ എന്ന അവരുടെ ഉച്ചത്തിലുള്ള ശബ്ദത്തിന് 4 വഴിക്ക് നിന്നും പ്രതികരണമുണ്ടായി. കച്ചവടക്കാർ തൻ്റെ കടയിൽ നിന്നും ഇറങ്ങി അവന് പിന്നാലെ പാഞ്ഞു. ടാക്സി ഡ്രൈവർമാർ തങ്ങളുടെ കാറുകളിൽ നിന്നും ചാടിയിറങ്ങി അവൻ്റെ പിന്നാലെ പാഞ്ഞു. ഇറച്ചി വെട്ടുകാരൻ തൻ്റെ കശാപ്പ് കത്തി മറന്നും പാൽക്കാരൻ തൻ്റെ പാൽപാത്രം അടിയിൽ ഉപേക്ഷിച്ചും മരം വെട്ടുകാരൻ തൻ്റെ മഴു തെരുവിൽ വലിച്ചെറിഞ്ഞും അവൻ്റെ പിന്നാലെ പായുകയാണ്. തെരുവിലെ ഇടുങ്ങിയ വഴികൾ പിന്നിട്ട് ഒലിവർ മുന്നോട്ട് തന്നെ പായുന്നു. അവന് പിന്നാലെ കിതച്ചും ഒച്ചവെച്ചും ഒരു വലിയ സംഘം തന്നെയുണ്ട്. കള്ളനെ പിടിക്കൂ എന്ന ശബ്ദം ഇപ്പോൾ ഉയർന്നു വരുന്നത് ഏതാണ്ട് 100 കണക്കിന് മനുഷ്യരുടെ തൊള്ളയിൽ നിന്നുമാണ്. കള്ളനെ പിടിക്കൂ എന്ന വാക്കുകൾ ഒരു വലിയ കൂട്ടത്തിൽ നിന്നും താളാത്മകമായി വീണ്ടും വീണ്ടും ഉയർന്നു കേട്ടു. അതൊരാരവുമായി അന്തരീക്ഷത്തിൽ അലയടിച്ചു. ആൾക്കൂട്ടം വേട്ടക്കാരൻ്റെ മനോഭാവത്തോടെ അവനെ വേട്ടയാടുകയാണ്. അവർ അതൊരാഘോഷമാക്കി മാറ്റുകയാണ്. ദൈവത്തെ ഓർത്ത് അവനെ തടഞ്ഞു നിർത്തൂ, ആരെല്ലാമോ വീണ്ടും വീണ്ടും അലറി വിളിക്കുകയാണ്. അവസാനം അടിതെറ്റിയ പോലെ ഒലിവർ നിലത്തേക്ക് വീണു. ശക്തമായ ഒരിടി അവൻ്റെ ശരീരത്തെ താഴേക്ക് പതിപ്പിച്ചു. ജനം പെട്ടെന്ന് തന്നെ അവന് ചുറ്റിനും വട്ടമിട്ട് നിലയുറപ്പിച്ചു. കൂടുതൽ ആൾക്കാർ അങ്ങോട്ടേക്ക് കടന്നു വരികയും അവനെ കാണുന്നതിനായി തിക്കും തിരക്കും ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോഴേക്കും മാന്യനായ ആ വൃദ്ധനും ഓടിക്കിതച്ച് അവിടെ എത്തിച്ചേർന്നിരുന്നു. ആരോ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, സർ, ഇവൻ തന്നെയാണോ ആ കള്ളൻ? അതെ അതെ, ഇവൻ തന്നെ, അദ്ദേഹം പ്രതികരിച്ചു. ഒലിവർ ആൾക്കൂട്ടത്തിന് നടുവിൽ തറയിൽ കിടക്കുകയാണ്. അവൻ്റെ ശരീരം മുഴുവനും ചെളിയും അഴുക്കും പറ്റിപ്പിടിച്ചിരുന്നു. വായിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ആ മാന്യനായ വൃദ്ധൻ മറ്റുള്ളവരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അയാൾ ഒലിവറുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അതെ, അത് ചെയ്തത് ഇവൻ തന്നെയാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹം തുടർന്നു, കഷ്ടം തന്നെ, അവന് നന്നായി പരിക്കു പറ്റിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ വൃദ്ധന് മുന്നിലേക്ക് നീങ്ങി നിന്നിട്ട് അഭിമാനത്തോടെ പറഞ്ഞു, സർ, ഞാനാണ് അവനെ വീഴ്ത്തിയത്. അവൻ്റെ മൂക്കിനിട്ട് ഞാനൊന്ന് വെച്ചുകൊടുത്തു. അതോടെ അവൻ താഴെ വീണു. ഇത്രയും പറഞ്ഞിട്ട് അയാൾ വൃദ്ധനിൽ നിന്നും എന്തെങ്കിലും പാരിതോഷികം കിട്ടുമെന്ന ചിന്തയിൽ തൻ്റെ തൊപ്പിയും തടവിക്കൊണ്ട് അവിടെ തന്നെ നിലയുറപ്പിച്ചു. ആ മാന്യനായ വൃദ്ധൻ അയാളെ പരുഷമായി ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ആ മാന്യൻ ചുറ്റിനും പകച്ചു നോക്കി. അവിടെ നിന്നും ഓടിപ്പോയാലോ എന്ന് പോലും അയാൾ ആഗ്രഹിച്ചുപോയി. അദ്ദേഹത്തിന് ആ കാഴ്ച അത്ര വേദനാജനകമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അവിടെ നിന്നും പോകാനാകുമായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ ഒരു പോലീസുകാരൻ അവിടേക്ക് എത്തിയിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും അവസാനം എത്തുന്നതും അവർ തന്നെയാണല്ലോ. അയാൾ വന്നപാടെ തറയിൽ കിടന്നിരുന്ന ഒലിവറിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് മുകളിലേക്ക് വലിച്ചുകൊണ്ട് പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു, എഴുന്നേൽക്കടാ. ഒലിവർ 2 കൈകളും കൂട്ടിപ്പിടിച്ച് പോലീസുകാരൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, സർ, ഞാനല്ല അത് ചെയ്തത്. ഞാനത് ചെയ്തിട്ടില്ല സർ. വേറെ 2 കുട്ടികളാണ്. അവർ ഇവിടെ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകണം സാർ.
ഒലിവർ തൻ്റെ ചുറ്റിനും നിൽക്കുന്ന മനുഷ്യരെയെല്ലാം മാറി മാറി നോക്കി. തന്നോട് ദയ കാണിക്കണേ എന്ന് അവൻ്റെ കണ്ണുകൾ പിടിച്ചു പറഞ്ഞു. കൊള്ളാം, നീ ഒരു പെരും കള്ളൻ തന്നെ, എഴുന്നേൽക്കടാ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ അവൻ്റെ ഷർട്ടിൽ ബലമായി പിടിച്ചു പൊക്കി. ഷർട്ട് കീറിപ്പറഞ്ഞു. അയാൾ അവനെ നിവർത്തി നിർത്തി കുതിരയെ തല്ലാൻ തുടങ്ങി. അപ്പോൾ ആ വൃദ്ധൻ വിളിച്ചു പറഞ്ഞു, പാവം കുട്ടി, അവനെ ഉപദ്രവിക്കരുത്. ആ പോലീസുകാരൻ പിന്നീട് അവനെ ഉപദ്രവിച്ചില്ല. പക്ഷേ അയാൾ അവൻ്റെ ഷർട്ട് പിന്നിൽ നിന്നും പൂർണ്ണമായും വലിച്ചു മാറ്റിയിട്ട് തെരുവിലൂടെ അവനെ വലിച്ചിഴയ്ക്കാൻ തുടങ്ങി. ഈ കൊച്ചു തെമ്മാടിയെ എനിക്ക് മുൻപേ തന്നെ അറിയാം. നിവർന്ന് നിൽക്കടാ പിശാചെ, അയാൾ ആക്രോശിച്ചു. അയാൾ അവനെ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. ആർത്തട്ടഹസിച്ചുകൊണ്ടും ആർപ്പു വിളിച്ചുകൊണ്ടും ജനക്കൂട്ടവും പിന്നാലെയുണ്ടായിരുന്നു. സങ്കടത്തോടെ മാന്യനായ ആ വൃദ്ധനും അവർക്കൊപ്പം മുന്നോട്ട് നടന്നു. കുട്ടികൾ ആഹ്ലാദ നൃത്തം ചവിട്ടി. ചിലർ പിന്നിൽ നിന്നും ഒലിവറിൻ്റെ ശരീരത്തിൽ തോണ്ടുകയും മാന്തുകയും ചെയ്തു. ഒരു കള്ളനെ പിടികൂടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവിടെ കൂടിയിരുന്ന എല്ലാ മനുഷ്യരും.